ഹലോ, ഇറ്റ്സ് മീ അഗെയിൻ. അതിനോ മൈക്ക് നല്ല ശോകമാണെന്നറിയാം, പക്ഷെ തൽക്കാലം വേറെ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഒരു റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടും പ്ലീസ് സഹിക്കുക. സോ ഐ വാച്ച്ഡ് ഐ നോബഡി ഐ വാച്ച്ഡ് ഐ നോബഡി സ്റ്റാറിംഗ് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത്, പിന്നെ ആരാ പിന്നെ അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് ഇവർ രണ്ടുമാണ് നമ്മുടെ സിനിമയുടെ നായകനും നായികയും. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനൊക്കെ ഇടയ്ക്കുന്നല്ല ആദ്യം വന്നിട്ട് തന്നെ പടമായി പോകുന്നുണ്ട്. ഓവറോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു മജോറിറ്റി ഒപ്പീനിയനോട് കുറച്ച് കോൺട്രഡിക്ഷൻ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫ് കിടു, സെക്കൻഡ് ഹാഫ് ഒന്നിനും കൊള്ളത്തില്ല, ഫസ്റ്റ് ഹാഫ് അടിപൊളി ഗംഭീരം, സെക്കൻഡ് ഹാഫ് മോശം, അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ എനിക്കത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീലും സെക്കൻഡ് ഹാഫ് എനിക്ക് കുറേ കൂടെ ബെറ്റർ ഫീലും തോന്നിയൊരു പടമാണ് അതിനകത്ത്. സിനിമ ഓവറോൾ അത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏതാണ്ടൊക്കെ ഫലിപ്പിച്ചിട്ടുണ്ട്. ഓവറോൾ ഒരു 3 മണിക്കൂർ അടുത്ത് പടമുണ്ട്, 2 മണിക്കൂർ 48 മിനിറ്റ്. അതെനിക്കൊരു അല്പം കൂടി ഒന്ന് ക്രിസ്പാക്കി പറയാൻ എളുപ്പമാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് ഒരു ലാഗൊന്നുമല്ല, ഒരു മടുപ്പ് ഫീൽ ചെയ്യും, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. മേ ബി അതുകൊണ്ടായിരിക്കും സെക്കൻഡ് ഹാഫ് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത്. പക്ഷേ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് പേസിലേക്ക് വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് അറിയാലോ ഇന്നുള്ള എല്ലാവർക്കും ഇൻക്ലൂഡിങ് മീ, നമുക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്. ഒരു 15 to 20 മിനിറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം സിനിമയിൽ. അങ്ങനെ പറയുമ്പോൾ ഈ സിനിമയിൽ സംഭവിക്കുന്നില്ല എന്നല്ല, ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിലേക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു ബിൽഡപ്പ് സെക്കൻഡ് ഹാഫിൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാവാം മജോറിറ്റി ആൾക്കാർക്ക് വന്ന പരാതി. പക്ഷേ നമ്മളങ്ങനെ 1-2 ടൈപ്പ് പടങ്ങൾ കണ്ടു എന്ന് വെച്ച് ഈ പടവും അങ്ങനെ വരണമെന്ന് പറയുന്നത് അങ്ങനെ വാശി പിടിക്കുന്നതിൽ അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ പേര് ഇതിന് ലക്കി ഭാസ്കർ ടൈപ്പ് എന്ന രീതിക്ക് നമ്മൾ കണ്ടു. പിന്നെ ഇതേപോലെ ഒരു ഹേസ്റ്റ് ത്രില്ലറായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ തന്നെ ഈ പടം അവസാനിക്കണമായിരുന്നു എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സംവിധായകന് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പുള്ളി അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. എത്രമാത്രം വിജയിച്ചു എന്നതിന് മാത്രമേ ഒരു 2 അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ. പെർഫോമൻസ് വൈസ് പൃഥ്വിരാജും പാർവതിയും മാത്രമല്ല, എല്ലാവരും ഇതിലെ സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാവരും അവരുടെ വേഷങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇതിൽ പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും കുട്ടികളായിട്ട് അഭിനയിക്കുന്ന ആ 2 പിള്ളേർ പോലും ചിരിക്കാനുള്ള മൊമെന്റ്സും ചിന്തിക്കാനുള്ള മൊമെന്റ്സും തരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി എല്ലാം നല്ല വെടിപ്പായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഒരു കാർ ചേസ് ഒക്കെ ഉണ്ട്, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ശരിക്കും അതിൻ്റെ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ വലിയ സിനിമകൾ കാണുന്ന ഒരു സ്റ്റണ്ട് വൈസ് എന്നതിനേക്കാളും എഡിറ്റിംഗ് കൊണ്ടാണ് ആ ഒരു സീക്വൻസ് മൊത്തം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ജെക്സ് വിജയുടെ മ്യൂസിക് ആണെങ്കിലും നല്ല സിനിമയുടെ ടോണിനനുസരിച്ചുള്ള ഒരു മ്യൂസിക് ആയിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ലാസ്റ്റാണ് വരുന്നത്. പക്ഷേ സിനിമയുടെ മൂഡ് പോകുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല ആരും ആ പാട്ട് അങ്ങനെ ശ്രദ്ധിക്കുമെന്ന്. അത് സിത്താര കൃഷ്ണകുമാർ പാടിയൊരു നല്ല രസമുള്ളൊരു പാട്ടുണ്ട്. ആസ് എ ഫിലിം നോബഡി ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച കുറേ കാര്യങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല വന്നത്. സോ അത്തരം കാര്യങ്ങൾ ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങൾ പറയാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ ഡയറക്ടർ നിസാം ബഷീർ ആരാണ് എന്താണ് അതിനിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞാലും അയാളെ മാർക്ക് ചെയ്യാൻ, ആ ഒരു ഡയറക്ടറെ മാർക്ക് ചെയ്യാൻ നമുക്ക് റോഷാക്ക് എന്ന ഒറ്റ പടം മതി. കാരണം ആ ലെവലിലാണ് ആ പടം എടുത്തു വെച്ചേക്കുന്നത്. സോ ഓഫ് കോഴ്സ് റോഷാക്ക് കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന പടം എന്ന് പറയുമ്പോൾ ഇത് അണിയറഭാഗത്ത് ഇപ്പം ഒരു പോസ്റ്റർ പോലും ഇറക്കാണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ പടത്തിനുണ്ടാകുന്ന ഹൈപ്പ് അത്രത്തോളം വലുതായിരിക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് വീണ്ടും ഒരു റോഷാക്ക് തരണം എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഡയറക്ടറെ കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എസ്പെഷ്യലി പൃഥ്വിരാജ് പോലും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, കുട്ടികളാണെന്റെ മാലാഖയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് റോഷാക്ക് എന്ന പടം. ആ റോഷാക്കിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് നോബഡി. സോ ഈ 3 പടവും 3 ഡിസ്റ്റിങ്ക്ട് സ്പേസിൽ നിൽക്കുന്നൊരു പടമാണ്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് മൂവിയാണ് കെട്ടിയോളാൻ്റെ മാലാഖ. അതിൽ ശരിക്കും നമ്മുടെ സൊസൈറ്റിയിലെ സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവത്തെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷേ അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ അവർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്നതുകൊണ്ടുണ്ടാകുന്ന വിക്ടിംസിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ ആസിഫ് അലി എന്ന ഒറ്റ ക്യാരക്ടറിനെ മാത്രമേ അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അവിടെ ഫോക്കസ് ചെയ്യാമായിരുന്ന ഒരു ക്യാരക്ടർ, അതിലെ യഥാർത്ഥ വിക്ടിം ആയിട്ടുള്ള റിൻസി എന്നാണ് തോന്നുന്ന ക്യാരക്ടറുടെ പേര്. പക്ഷേ അതിൽ റിൻസി എന്ന ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് ഈ സ്ലീവാച്ചിനെ പുണ്യാളനാക്കിയ ഒരു സിനിമയായിരുന്നു കെട്ടിയോളാൻ്റെ മാലാഖ. പക്ഷേ അതേ ഡയറക്ടറുടെ അടുത്ത പടമാണ് റോഷാക്കിലെ ഏറ്റവും ഇരയാക്കപ്പെട്ട ആൾ അതിലെ ലൂക്ക് ആൻ്റണി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ്. അയാളുടെ റിവെഞ്ചും അയാളുടെ പേഴ്സ്പെക്റ്റീവും ഒക്കെയാണ് റോഷാക്കിലൂടെ പറയുന്നത്. അപ്പം ആദ്യത്തെ സിനിമയിലെ യഥാർത്ഥ വിക്ടിമിനെ മറന്നു കളഞ്ഞ അതേ സംവിധായകൻ തന്നെയാണ് ഒരു വിക്ടിമിൻ്റെ റിവെഞ്ച് എന്ന രീതിയിൽ റോഷാക്കിനെ അവതരിപ്പിക്കുന്നത്. സോ ഒരു തരത്തിലും നമുക്ക് അയാളുടെ ആദ്യത്തെ സിനിമയോ രണ്ടാമത്തെ സിനിമയോ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാർക്കറ്റ് ചെയ്ത രീതി എനിക്ക് ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയനാണുള്ളത്. കാരണം എത്ര നാളെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എത്ര വർഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് ഡേ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന ട്രെയിലറുകൾ, പിന്നീട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമകൾ പോകുന്നു. സോ എന്താണോ സിനിമയിലുള്ളത് അത് ട്രെയിലർ തന്നെ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ
ഇപ്പോൾ ഈ മിക്സഡ് ഒപ്പീനിയൻസ് കുറേ കൂടെ കുറഞ്ഞ് കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൈറ്റ് നോബഡിയുടെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ട എല്ലാവർക്കും അതൊരു ആക്ഷൻ മൂവി എന്ന രീതിയിലാണ് അതിനെ പെർസീവ് ചെയ്തിരിക്കുന്നത്. അത് അവരങ്ങനെ തന്നെയാണ് അത് പ്രസൻറ്റും ചെയ്തത്. സോ എസ്പെഷ്യലി നോബഡി എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവിയുണ്ട്, അത് ഫുൾ ആക്ഷൻ ആയിട്ട് കാണിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിന് നമുക്ക് നോബഡി എന്ന ടൈറ്റിലിൽ തന്നെ ഒരു മലയാളം മൂവി വരുമ്പോൾ ഓക്കെ അതൊരു ആക്ഷൻ ഉണ്ട്, എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്നൊരു സൂചന തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ ട്രെയിലറിൽ നമ്മൾ കണ്ട ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി അല്ലേ ഇത്, പക്ഷേ ഇതിൽ ആക്ഷൻ ഉണ്ട്, ഇതിൽ കിടിലൻ ആക്ഷൻ ഉണ്ട്, ഇതിൽ ഹൈ ക്വാളിറ്റി ആക്ഷൻ ഉണ്ട്. ഐ മീൻ ഒരു റീസെൻ്റ്ലി മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ഈ സിനിമയിലേത്. അത് നല്ല വെടിപ്പായിട്ട് പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ, അപ്പം അതും കൂടെ ട്രെയിലർ കാണിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരു നോബഡിയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അയാൾ നോബഡിയാണ്, ഓക്കെ, അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ കയ്യിൽ ഒരു ഗോൾഡൻ ചാൻസ് വന്നിട്ടും അതിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണമെന്നറിയാതെ, അല്ലെങ്കിൽ പുള്ളി പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പാളി പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ അയാളുടെ ഫൈറ്റ് കണ്ടാൽ നമുക്കൊരിക്കലും അയാൾ ഒരു സാധാരണ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. സോ ഈ നോബഡിനെ ഒന്നെങ്കിൽ ഒരു നോബഡിയായിട്ട് അവതരിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംബടിയായിട്ട് അവതരിപ്പിക്കണമായിരുന്നു. കാരണം ഇപ്പോൾ ഈ നോബഡി എന്ന ഹോളിവുഡ് സിനിമ കണ്ടവർക്ക് അറിയാം, അതിൽ നോബഡി ശരിക്കും ആ സൊസൈറ്റിയിൽ ഒരു നോബഡിയാണ്, പക്ഷേ സംതിങ് എൽസ്. അപ്പം അതൊരു ക്ലീശയാണ്. പക്ഷേ ഈ നോബഡി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് പക്ഷേ അറിയാം ഈ ഫൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഈ സിനിമ മുന്നോട്ട് പോകത്തില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും ഇത്രയും ഫൈറ്റ് ചെയ്ത് ത്രൂ ഔട്ട്, അതും എത്രയാണ് 3-4 പേര് ഒരേ സമയം ഫൈറ്റ് ചെയ്ത് വീഴ്ത്താൻ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. സോ ഹീ ഈസ് നോട്ട് എ നോബഡി. അതിലും എനിക്ക് അതെങ്ങനെ ബെറ്ററായിട്ട് എന്നാൽ പിന്നെ ഞാൻ ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സോ പക്ഷേ ആ ഫൈറ്റ് നമുക്ക് കാണാൻ വർത്താണ്. കാരണം അയാളൊരു സാധാരണക്കാരനാണ് എന്നത് നമ്മൾ മനഃപൂർവ്വം മാറ്റി വെച്ചിട്ടിരുന്ന് കാണണം, അപ്പോൾ കൊള്ളാം. അത് പക്ഷേ ഫൈറ്റ് അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇതിൽ ഈ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു റീസൺ ഉണ്ട് ഈ ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഫിസിക്കൽ ഫൈറ്റ് അല്ല, അയാൾ ഈ സിസ്റ്റത്തോട് ചെയ്യുന്നൊരു ഫൈറ്റ്. അയാൾ പറയുന്നത് അയാളുടെ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ മകൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അപ്പൻ, അല്ലെങ്കിൽ ഒരു സാധാരണ അപ്പനും അമ്മയും ഒരു മകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന ഒരു വളരെ ചെറിയൊരു സീനാണ് ക്ലൈമാക്സിൽ, ഒരു ചെറിയ ജസ്റ്ററിലൂടെ അത് കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ശരിക്കും അതൊക്കെയാണ് ഒരു അപ്പനും അമ്മയും ചെയ്യേണ്ടത്. അവർക്കൊരു മിനിമം അറ്റൻഷൻ കൊടുക്കുക, ഒരു കെയർ കൊടുക്കുക. അപ്പോൾ ആദ്യം തൊട്ടേ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, പൃഥ്വിരാജിൻ്റെ ഈ മെയിൻ ക്യാരക്ടർക്കും അതിലെ ഒരു കുട്ടിയായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതാണ് ശരിക്കും, അതായത് അറ്റ്ലീസ്റ്റ് ബി ദയർ ആസ് എ പേരൻറ്റ്, അത്രമാത്രമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതുവരെ ആ സിനിമയിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം മാറിയിട്ട് വേറെ കുറേ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. പൊളിറ്റിക്കലി കുറേ തമാശകൾ വരുന്നുണ്ട്, മുഖ്യമന്ത്രിനെ കൊണ്ടുവരുന്നു, അങ്ങനത്തെ കുറേ സഡൻ മിക്സ് ഓഫ് ആക്ഷൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു വിധം തോന്നുന്നുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ അവസാനം പറയാൻ വെച്ചിരുന്ന ഈ സംവിധായകൻ്റെ രാഷ്ട്രീയം ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സൂചിപ്പിക്കുമായിരുന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ ഒരു ഈർഷ്യ നമുക്ക് മാറി കിട്ടിയാണ്. സോ അതാണ് എനിക്ക് നോബഡിയെ പറ്റി പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ആദ്യമായിട്ട് പറയുന്ന ആൾ ഞാനായിരിക്കില്ല, അവസാനമായിട്ട് പറയുന്നത് ഞാനായിരിക്കില്ല. ഈ റീസെൻ്റ്ലി കല്യാണം കഴിച്ചവരോടും, അല്ലെങ്കിൽ കല്യാണം കഴിച്ച 5-6 വർഷമായിട്ടുള്ള ആൾക്കാരോടുമാണ് പറയുന്നത്, നിങ്ങൾക്ക് 5 വയസ്സ് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ തിയേറ്ററിലോട്ട് കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവരുവാണെങ്കിൽ മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കുന്നൊന്നും പറയരുത്. ഒന്നെങ്കിൽ ബോധം കെടുത്തിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതുങ്ങളെ നിശബ്ദമാക്കി ഇരുത്താൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അപ്പോൾ എനിക്കങ്ങനെ പറയാം, എനിക്കതിനെപ്പറ്റി എന്തറിയാമെന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഞാനൊരു പേരൻറ്റും അല്ല, ഞാനൊരു ഫാദറും അല്ല. പക്ഷേ നമ്മളൊരു പബ്ലിക് സ്പേസിൽ ചെല്ലുമ്പം നമ്മൾ ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യം വേറൊരാൾക്ക് നമ്മൾ ശല്യമാകരുതെന്നാണ്. അതെങ്കിലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അങ്ങോട്ട് വരാതിരിക്കുക. ഇതിപ്പോൾ വന്നിട്ട് അവർക്ക് ഈ കൊച്ചിൻ്റെ വായടപ്പിക്കാനേ നേരമുള്ളൂ. അവരും പടം കാണുന്നില്ല. ഈ കൊച്ചും 3 വയസ്സുള്ള കൊച്ചു പടം കണ്ടിട്ട് എന്ത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരും കാണുന്നില്ല, നമ്മളെ കാണിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഇവർ കാശ് കൊടുത്ത് വരുന്നത്? അവർക്ക് ആ കാശിൻ്റെ വിലയൊന്നും കാണത്തില്ല. പക്ഷെ നമ്മളിവിടെ ഈ 100-150 ഇറക്കിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ ഇതുങ്ങളുടെ നടുക്ക് പോയിരുന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. എന്നാൽ ഇവരോട് ഇതൊന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പടം കാണാൻ പറ്റത്തില്ല. സോ ദയവ് ചെയ്ത് ഇതൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ പടം കാണാൻ വരുന്നുണ്ടെങ്കിൽ പടം കാണാൻ മാത്രം വരിക, അല്ലാതെ വേറെ ആൾക്ക് ശല്യമാകാതെ. സോ ബാക്ക് ടു സിനിമ. ഓവറോൾ നോബഡി ഒരു ഡിഫറെൻറ്റ് വാച്ചാണ്. എല്ലാവർക്കും അവർ പ്രതീക്ഷിക്കുന്നത് കിട്ടത്തില്ല, ഓഫ് കോഴ്സ് കിട്ടത്തില്ല. പക്ഷേ ആ സിനിമ കാണേണ്ടതാണോ എന്ന് ചോദിച്ചാൽ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെല്ലാവരും നോബഡീസാണ്. നമുക്ക് ഇതിലെ രാജീവിനെ പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, ഫിസിക്കലി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഫൈറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫൈറ്റ് മാത്രമല്ലല്ലോ. അപ്പോൾ പലതരത്തിലും ഫൈറ്റ് ചെയ്യാം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലും നോബഡി കാണാനുണ്ട്. ഇനി ഒരു റോഷാക്കോ അല്ലെങ്കിൽ ഒരു ഹെയ്സ്റ്റ്, ലക്കി ഭാസ്കറിൻ്റെ ഒരു ആക്ഷൻ മോഡ് പ്രതീക്ഷിച്ചൊന്നും പോകാതിരിക്കുക. പിന്നെ ഈ ഫസ്റ്റ് ഹാഫ് മാത്രം അന്യായമാണ് എന്ന് പ്രതീക്ഷിച്ചും പോകാതിരിക്കുക. ഒരു സിനിമ മുഴുവനായിട്ട് കാണുക, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കാണുക. ഓഫ് കോഴ്സ് എക്സ്പെക്റ്റേഷൻസ് കാണും,
ഇതൊന്നും നിങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്നില്ലെങ്കിലും വളരെ കാലത്തിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു സീക്വൻസ് ഓഫ് ഫൈറ്റ് കാണാൻ തീർച്ചയായിട്ടും അവിടെ ടിക്കറ്റ് എടുക്കാം. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഐ ഹോപ്പ് വിത്ത് എ ബെറ്റർ മൈക്ക്. ബൈ ബൈ.